ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ്. പിന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും പോസിറ്റീവ് തന്നെയാണ്. നമുക്ക് കുറച്ച് താഴത്തെ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് എൻ്റർ ചെയ്യാം. എന്തായാലും ഒരു ഇനീഷ്യൽ പുൾ ബാക്ക് ഉണ്ടാവും, പ്രോഫിറ്റ് ബുക്കിങ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇനീഷ്യൽ പുൾ ബാക്ക് ഉണ്ടാവും. പക്ഷേ ബാങ്ക്സ് എല്ലാം റെഡാണ്. നമുക്ക് നോക്കാം, നമുക്കൊരു ട്രേഡ് കിട്ടുമോ എന്ന് നോക്കാം. ട്രേഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു കുഴപ്പം എന്താ വെച്ചാൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പും ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗണുമാണ്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആണ്. രണ്ടും ഗ്യാപ്പ് അപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെയും ഒരു പോസിറ്റീവായിട്ട് തന്നെ ട്രേഡ് എൻട്രി ചെയ്യാമായിരുന്നു. ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ എൻട്രി ചെയ്യത്തുള്ളൂ. നമ്മൾ നിഫ്റ്റിയിൽ ഇങ്ങനൊരു സമയത്ത് ശരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. കാരണം രണ്ട് ഇൻഡെക്സും ഒരേപോലെ എപ്പോഴാണോ ആവുന്നത് ആ സമയത്താണ് നമ്മൾ ആക്ച്വലി ട്രേഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് ചെറിയ പോയിൻറ്റ്സ് കിട്ടിയാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ആ ഒരു പ്രതീക്ഷ നമുക്കൊരു ട്രേഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി ചെയ്യാം. ഞാൻ എന്തായാലും ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റെസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചൊന്ന് താഴത്തോട്ട് വരാം, എന്നാലും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതന്നെ എൻ്റെ ഒരു പ്രതീക്ഷ. ബാങ്ക്സ് എല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആണ്, നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്നലെ ഡൗൺ നാസ്ഡാക്കും എല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാലും ഗ്ലോബൽ മൊമെൻറ്റം നെഗറ്റീവ് ആയിട്ടില്ല. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കര പോസിറ്റീവ് എന്ന് പറയാനില്ല, എങ്കിലും ഒരു പരിധിവരെ പോസിറ്റീവ് തന്നെയാണ്. ഇന്ന് പൊതുവേ കുറച്ച് റിസ്ക് കൂടുതലുള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബയേഴ്സും സെല്ലേഴ്സും ആകെ പാനിക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്ന് ആർക്കും അറിയാതിരിക്കുന്ന അവസ്ഥയാണ്. കുറച്ചൊന്നും താഴത്തോട്ട് വന്നാൽ നമുക്കൊരു അപ്പ് മൂവിനുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ ഓർഡർ എടുത്തു, പക്ഷേ ടെർമിനലിനകത്താണ് അതിനകത്ത് റിഫ്ലക്റ്റ് ആവുന്നത്. ഇപ്പോൾ റിഫ്ലക്റ്റ് ആയി. നമ്മൾ ചെറിയ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് 2000 റുപ്പീസ് പ്രോഫിറ്റാണ്. കുറച്ചൊരു ക്വാണ്ടിറ്റി നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. എന്നാലും ഓവറോൾ നമ്മൾ 2000 പ്ലസ് ഓവറോൾ ടോട്ടൽ പ്രോഫിറ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാങ്ക്സ് താഴത്തോട്ടായതുകൊണ്ട് നിഫ്റ്റിയെ മുകളിൽ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. കണ്ടോ? അല്ലെങ്കിൽ നിഫ്റ്റി ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബാങ്കൂടെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു പോയിന്റിൽ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ട്രേഡ് വീണ്ടും നെഗറ്റീവ് ബ്രേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എത്തി. കോസ്റ്റ് എന്ന് പറയാം. ചെറിയ ഗ്രീനിലാണ്. നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം, എന്തായാലും നോക്കാം. നമുക്ക് ആ 20 MA സപ്പോർട്ട് എടുത്ത് മുകളിട്ട് പോകുന്ന നോക്കാം. അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എന്തായാലും ഹോൾഡ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്യും. $2000+ പ്രോഫിറ്റിലൊക്കെ നിന്നത് ഇപ്പം നമുക്ക് ഏകദേശം കോസ്റ്റ് എന്ന് പറയാം. നമ്മുടെ ഒരു ത്രഷോൾഡ് വരെയൊക്കെ ഏകദേശം മാർക്കറ്റ് എത്തിയിട്ടുണ്ട്.
നമ്മുടെ എൻട്രി പോയിൻ്റ് കറക്റ്റ് തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ചെയ്യാത്തതാണ് കുഴപ്പം. നമുക്ക് ഇപ്പോൾ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, വീണ്ടും അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റിലായിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് മൂവ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്യാനായി പോസിറ്റീവ് ആയി എന്ന് പറയാം. നമ്മൾ നിഫ്റ്റി ട്രേഡ് എക്സിറ്റ് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് മൂവ് പെൻഡിങ് ഞാൻ പറഞ്ഞില്ലേ, ആ അപ്പ് മൂവ് ഇപ്പോൾ നമ്മൾ പോസിറ്റീവാണ്. നമുക്ക് എന്തായാലും പാർഷ്യൽ ക്വാണ്ടിറ്റീസ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യാനാവുമല്ലോ, കാരണം നമ്മുടെ പ്രീവിയസ് ലോസ് ഓൾമോസ്റ്റ് നമ്മൾ കവറായി. അയ്യോ, ഒരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ ആക്ച്വലി ഇത് എക്സിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് നമ്മളെടുത്തത്. കാരണം ഒരു അപ്പ് മൂവ് പെൻഡിങ് ഉണ്ടായിരുന്നു. ഒരു നിഫ്റ്റിയിൽ അപ്പ് മൂവ്, ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് മൂവ് പെൻഡിങ് ഉണ്ടായിരുന്നു. അയ്യോ, വലിയ അബദ്ധമായില്ലോ. ഞാൻ ആക്ച്വലി പി എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. നമ്മൾ എടുത്തത്, പക്ഷെ ഞാൻ പിയുടെ ഐക്കണാണ് ഞെക്കി പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രേഡ് എക്സിറ്റ് ആയില്ല, നമ്മൾ വീണ്ടും ലോസായി. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7,000 അടുപ്പിച്ച് നമ്മൾ ലോസായി. പിന്നെ നമ്മളിപ്പം 1-2 സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്ത് നമ്മളൊരു 14 റുപ്പീസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഞാനല്ല, ബാങ്ക് നിഫ്റ്റിയിലും ഒരു അപ്പ് മൂവ് ആണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അല്ല, നമ്മളെടുത്ത സമയത്ത് വന്നില്ലെങ്കിൽ അത് കഴിഞ്ഞ് തന്നെ അപ്പ് മൂവ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 1-2 സ്കാൽപ്പിംഗ് ട്രേഡ് എടുത്തു. ഇന്ന് ട്രേഡ് കുറച്ച് എണ്ണം കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7,000 റുപ്പീസ് ലോസിലായിരുന്നു. അത് നമ്മൾ ലോസ് റിക്കവർ ചെയ്തു. ഇനി എന്തായാലും ഇനിയും വലിയ ട്രേഡ് എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കാര്യം. പ്രോഫിറ്റ് തന്നെ വന്നോളും. ഇന്ന് തന്നെ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് ആയിരുന്നു. ഞാൻ ആ ബാങ്ക് നിഫ്റ്റി ട്രേഡ് പ്രോപ്പറായിട്ട് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയും രണ്ടും പ്രോപ്പർ ട്രേഡ് തന്നെയായിരുന്നു നമ്മൾ എടുത്തത്. രണ്ടും അപ്വേർഡ് ട്രേഡ് തന്നെ എടുത്തത്. പക്ഷേ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് വെച്ചാൽ ഞാൻ എക്സിറ്റ് സ്വിച്ച് ഞെക്കിക്കൊണ്ടിരുന്നത് പിയുടെയാണെന്ന് മാത്രം. പി എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ആണ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ വളരെ വേണം. നമുക്ക് മെൻ്റലി ഉള്ള ആക്ട് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രോപ്പറായിരിക്കണം. ഞാൻ 1-2 ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡ്സ് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. നമ്മുടെ ഡേ നമ്മൾ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യും. കാരണം ഇനി അധികം വലിയ ട്രേഡൊന്നും എടുക്കത്തില്ല. കാരണം ഇപ്പോൾ തന്നെ കുറേ ട്രേഡായി. ഓവർ ട്രേഡിംഗ് എന്ന് പറയാം. നമുക്ക് ഓപ്പർച്യൂണിറ്റി അത് എടുക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ വ്യൂ കറക്റ്റ് ആയിരുന്നുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ വ്യൂ തെറ്റിയായിരുന്നു നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് സിറോദോ ചാർട്ട് സ്റ്റക്കാണ്, അത് വർക്കാവണില്ല. നമ്മളത് കണ്ടിട്ട് ഞാൻ ട്രേഡ് എൻട്രി ചെയ്യാതിരുന്ന അവസ്ഥയായിട്ട് കുഴപ്പമില്ല. പക്ഷേ അത് കണ്ട് ഏതെങ്കിലും ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ട്രേഡിംഗ് വ്യൂ ചാർട്ട് നമ്മുടെ അടുത്ത് കമ്പൽസറി ആയിട്ട് വേണം. ഞാൻ മെയിനായിട്ട് ട്രേഡിംഗ് വ്യൂ തന്നെ നോക്കും. അതുകൊണ്ട് ഈ സിറോദോ സ്റ്റക്കാന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ബ്രോക്കർ ചാർട്ട് മാത്രം നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോൾ ചെറിയ ഒരു പ്രോഫിറ്റിലാണ്.
എന്തായാലും ഗ്രീനിൽ ഈ ഡേ ക്ലോസ് ചെയ്യാം. പക്ഷെ ഇത്രയും ട്രേഡ്സ് നമ്മൾ എടുത്തിട്ട് ഇത് ഈ ചെറിയ ഗ്രീനിൽ ക്ലോസ് ചെയ്താലും നെറ്റിൽ നമുക്ക് ലോസ് ഉണ്ട്. കാരണം ടാക്സ് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ 243 റുപ്പീസ് നമ്മൾ ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു. ഗ്രീൻ ക്ലോസ് ചെയ്യുമെന്നുള്ളൊരു മനസ്സിൻ്റെ ആശ്വാസം എന്നുള്ളതല്ലാതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാണ്, നിഫ്റ്റിയിലും ആ ഹൈയിലെത്തി ആ മൂവ്. പിന്നെ നമ്മൾ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് അത്രയും എന്താ പറയുക, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് നമ്മൾ എടുക്കില്ല. കാരണം നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റും ചെറിയ പ്രോഫിറ്റായിരിക്കും. ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല പിന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കിത് ഒട്ടും ലോസിലുള്ളവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ അപ്പോൾ അവരെടുക്കുന്ന റിസ്ക്കും കൂടുതലാണ്, അതേപോലെ അവർക്ക് കിട്ടും നല്ല പ്രോഫിറ്റും കിട്ടും. കാരണം അവർ ട്രെയിൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവർ 1:2, 1:3, 1:4 ഒക്കെ അവർ നോക്കും. നമ്മൾ ചെറിയ പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ SL ചെറുതായിരിക്കണം. അത് നമുക്ക് എപ്പോഴും മനസ്സിലാവും. നമ്മൾ എത്ര പോയിൻ്റാണോ ബുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു SL നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാവും. അല്ലെങ്കിൽ നമുക്ക് ആ ലോസ് വന്നാൽ റിക്കവർ ചെയ്യാൻ പറ്റാണ്ടായി പോകും. നമ്മുടെ ട്രേഡിങ് സ്റ്റൈൽ എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഉണ്ട് ഹൈ ടച്ച് ചെയ്തിട്ട് രണ്ടും റിവേഴ്സായി. നമുക്കെന്തായാലും ഈ ഡേ ഇവിടെ ക്ലോസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.